വന്ന് കയറുന്നത് ഒരു ഫോമൽ ലിവിങ് ഏരിയയിലേക്കാണ്. നമ്മൾ ഈ ഒരു ഓവറോൾ വീടിനെ തന്നെ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അതായിരുന്നു. പിന്നെ നമുക്ക് ഏരിയ മാക്സിമം കുറയ്ക്കണം എന്നുള്ള ഒരു ഇതും ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് 2000 സ്ക്വയർ ഫീറ്റിനകത്ത് ഈ വീട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഒരു കംപ്ലീറ്റ് ഓപ്പൺ കോൺസെപ്റ്റിൽ ചെയ്യാം എന്ന് നമ്മൾ മ്യൂച്വലി ഞാനും അതേപോലെ തന്നെ ക്ലയൻസും ഞങ്ങൾ മ്യൂച്വലി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോമൽ ലിവിങ് ഒരു വന്ന് കയറി കഴിഞ്ഞാൽ ഫോമൽ ലിവിങ്ങിലേക്കും അത് കഴിഞ്ഞാൽ ഡൈനിങ്ങും തൊട്ടടുത്ത് കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസ് നമ്മൾ കൊടുത്തു. പിന്നെ പാറ്റിയോ, നമ്മുടെ ഡൈനിങ് ഏരിയ, കിച്ചൺ, അവിടെ നിന്നുള്ള വ്യൂവും അവിടുന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പ് നന്നായിട്ട് കാണാനും അതിനൊരു പ്രത്യേക വൈബ് തന്നെ ഉണ്ട്. പിന്നെ അവിടുന്ന് കാറ്റും വെളിച്ചവും ഒക്കെ നന്നായിട്ട് നമുക്ക് കയറുന്നുമുണ്ട്. അതെ, വൈകുന്നേരമൊക്കെ നമുക്ക് നന്നായിട്ട് ഇരുന്ന് സംസാരിച്ച് ഫാമിലിയായിട്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തി ഒന്ന് ഇരുന്ന് ചായ കുടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. ഈ ഡൈനിങ്ങിൽ നിന്ന് ആണ് ഈ പാറ്റിയോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പാറ്റിയോ സ്പേസ് ആണ് വരുന്നത്. അവിടെ കംപ്ലീറ്റ്ലി തന്നെ ഈ ഡൈനിങ്ങും പാറ്റിയോയും പാർട്ടീഷൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഫോൾഡിംഗ് ഡോറ്, കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൾഡിംഗ് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലോട്ടിലേക്ക് ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്ന സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്നാണ്. അവിടെയാണ് നമ്മൾ പാറ്റിയോ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇരിക്കുന്നതും അവിടെയാണ്. പിന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് സ്ക്രാച്ച് ടു എൻഡ്, ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഡിസൈനിങ്, എക്സിക്യൂഷൻ എല്ലാം തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡം ക്ലയൻറ്റ് തന്നിരുന്നു. എല്ലാത്തിലും ഡിസൈനിങ് സൈഡിൽ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഫർണിച്ചേഴ്സൊക്കെ സെലക്ട് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഈവൻ ഡെക്കോർസ് വരെ നമ്മളുടെ ഒരു തീമിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ടേബിളും ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ നമ്മൾ ഡൈനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. കിച്ചണിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. വീട്ടിൽ നല്ല എയർ സർക്കുലേഷനും ലൈറ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ലാർജ് സൈസ് വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിലാണ് വിൻഡോസൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫോമൽ ലിവിങ്ങിലൊക്കെ തന്നെ വലിയ വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈവൻ കിച്ചണിൽ വരെ നമ്മൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്ന് ഒരു ക്രോസ് വെന്റിലേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ ഒക്കെയാണ് കിച്ചണിൽ നമ്മൾ വിൻഡോസൊക്കെ തന്നെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ഏരിയയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ ഉണ്ട്. ഒരു ബെഡ്റൂം നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത് 2 ബെഡ്റൂംസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കയറി ചെന്ന് കഴിഞ്ഞാൽ എത്തുന്ന ഒരു കോമൺ ഏരിയയിലേക്കാണ്. അവിടെ നമുക്ക് ബെഡ്റൂംസ് ആക്സസ് ചെയ്യാം. ഒരു സീൻ ബിലോ, ഫോമൽ ലിവിങ്ങിലേക്ക് ഒരു സീൻ ബിലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റഡി സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വരുന്ന വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കുള്ള ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഈ ഒരു കോമൺ സ്പേസ് തന്നെയാണ് ബാൽക്കണി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെ നമ്മളൊരു ബെഡ്റൂം കൊടുത്തു. ആ ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്.